നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ഏപ്രിൽ മാസം 18 അതായത് കൊല്ലവർഷം 1200 ആണ്ട് മേടമാസം 5 1947 ചൈത്രമാസം 28 ശകവർഷപ്രകാരം ഉത്തരായനകാലം വസന്ത ഋതുവിൽ കൃഷ്ണവർഷ പഞ്ചമിയിൽ തൃക്കേട്ടയും വെള്ളിയാഴ്ചയും വരുന്ന ദിവസം പകൽ 5:58 AM സൂര്യോദയവും 6:18 PM സൂര്യ അസ്തമനവും. രാഹുകാലം 10:35 മുതൽ 12:08 വരെയും 7:30 മുതൽ 9:03 വരെ ഗുളികകാലവും 3:13 മുതൽ 4:45 വരെ യമകണ്ഠകാലവുമാണ്. അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 11:44 AM മുതൽ 12:06 PM വരെയും 12:10 PM മുതൽ 12:32 PM വരെയുമാണ്. ചന്ദ്രാഷ്ടമമാകട്ടെ മേടം രാശിക്കാർക്ക്. ഇനി വെള്ളിയാഴ്ചയും പഞ്ചമി തിഥിയുമായതുകൊണ്ട് മഹാലക്ഷ്മി പൂജ, സർവൈശ്വര്യ പൂജ ചെയ്യുന്നതിന്, നാരങ്ങാദീപം തെളിക്കുന്നതിന്, അതുപോലെ തന്നെ വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നതിനൊക്കെ പറ്റിയ ദിവസമാണ്. അമ്മയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും വന്നു ചേരും. ചുമപ്പോ വെള്ളയോ പിങ്കോ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത്, റോസാപ്പൂ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത്, അതുപോലെ തന്നെ ശുക്ര ഹോരയിൽ പൂജകൾ നടത്തുന്നത്, വൈകിട്ട് നെയ്ദീപം തെളിച്ച് പ്രാർത്ഥന നടത്തുന്നത്, സർവൈശ്വര്യ പൂജ ചെയ്യുന്നത്, വരാഹി ദേവിയെ രാത്രി 8 മണി മുതൽ 12 മണി വരെയുള്ള സമയത്ത് പൂജ ചെയ്ത് അനുഗ്രഹം വാങ്ങുന്നതൊക്കെ ഏറ്റവും ഉത്തമമാണ്. ഇനി നമുക്ക് എന്തൊക്കെ ഗുണഫലങ്ങളാണ് 27 നക്ഷത്രക്കാർക്കും ഈ രാശിചക്രം ഒന്ന് പരിശോധിച്ചിട്ട് ആ രാശിചക്ര പ്രകാരം 27 നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഗുണഫലങ്ങളാണ് എന്ന് പരിശോധിക്കാം. മേടം രാശിയിലാണ് സൂര്യൻ. സൂര്യനും മേടൻ രാശിയിൽ, ഉദയവും മേടൻ രാശിയിൽ തന്നെയാണ്. ചന്ദ്രൻ വൃശ്ചിക രാശിയിലും, ചൊവ്വ കർക്കിടകത്തിലും, ബുധൻ മീനത്തിലും, ഗുരു ഇടവത്തിലും, ശുക്രനും മന്ദനും സർപ്പവും മീനത്തിലും, ശിഖി കന്നിയിലും, ഗുളികോദയം ഇടവൻ രാശിയിലുമാണ്. ഇനി നമുക്ക് ഗ്രഹസ്ഥിതി പ്രകാരമുള്ള 27 നക്ഷത്രങ്ങളുടെ ഗുണഫലങ്ങൾ, അതായത് 12 രാശിക്കാർക്കും ഈ ദിവസം എന്തൊക്കെ സൽഫലങ്ങളാണ് ഉണ്ടാകുന്നത്, എന്തൊക്കെ പ്രാർത്ഥനകളാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി വലിയ പ്രതീക്ഷകൾക്ക് അവസരം നൽകുന്ന ദിവസമാണ്. വിശിഷ്ട വസ്തുക്കൾ കൈവശം വന്നു ചേരുന്ന സമയവും, ശത്രുക്കൾ മിത്രങ്ങളായി വരികയും പരീക്ഷ ഇൻ്റർവ്യൂവിൽ വിജയിക്കുകയും ചെയ്യുന്ന ദിവസം. ഇഷ്ടവസ്തുക്കൾ വാങ്ങാൻ കഴിയുകയും അത് സൂക്ഷിച്ചു വയ്ക്കുവാനും സൂക്ഷിച്ച് പ്രയോജനപ്പെടുത്തുവാനും സാധിക്കും. മറ്റുള്ളവരാൽ അവഗണിക്കപ്പെടുന്ന അവസ്ഥയെല്ലാം മാറി എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റുന്ന ദിവസമാണ്. ഇഷ്ടവിഷയങ്ങൾ പഠിക്കാൻ അവസരം ലഭിക്കും. വിശിഷ്ട വ്യക്തികളുമായി പരിചയപ്പെടുകയും ആ സൗഹൃദം നിലനിർത്തിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയും ചെയ്യും. അന്യാധീനപ്പെട്ടു എന്ന് കരുതിയ വസ്തുക്കൾ തിരിച്ച് ലഭിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നു. അവകാശപ്പെട്ട പിതൃസ്വത്തോ സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളോ ലഭിക്കുന്നതിനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. സമ്പത്ത്, യശസ്, വാഹനങ്ങൾ, ബന്ധുക്കൾ ഇവയെ കൊണ്ടൊക്കെയുള്ള ഗുണം അനുഭവത്തിൽ വന്നു ചേരും. വിശ്വസ്തരായ കീഴ്ജീവനക്കാരും നമ്മുടെ കർമ്മരംഗത്ത് നമ്മെ സഹായിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുകയും ഇഷ്ടവിഷയം പഠിക്കുന്നതിനുള്ള അവസരം വന്നു ചേരുകയും ചെയ്യും. പണ്ഡിതന്മാർ, വിവിധ സേനയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ, അതുപോലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അവരുടെ കർമ്മരംഗത്ത് ശോഭിക്കുവാനുള്ള അവസരം വന്നു ചേരും. അതോടുകൂടി ഉയർന്ന സ്ഥാനമാനങ്ങളും പേരും പ്രശസ്തിയും എല്ലാം വന്നു ചേരും. പിതൃക്കളെയും ഗുരുജനങ്ങളെയും ആദരിക്കുവാനുള്ള അവസരവും വന്നു ചേരുന്നതാണ്.
പൊതുവെ പറഞ്ഞാൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ പറ്റുന്ന ഒരു ദിവസമായതുകൊണ്ട് മഹാലക്ഷ്മിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക, ലളിതാ സഹസ്രനാമ പാരായണം ചെയ്യുക. കഴിയും ഓം ശ്രീ നമ എന്ന് 108 ജപം വൈകുന്നേരം 8 മണി മുതൽ 12 മണി വരെയുള്ള സമയത്ത് ഓം ഹ്രീം ഹ്രീം വാരാഹി ദേവിയെ സ്വാഹ എന്ന് പറയുന്നത് നല്ലതാണ്. ഓം ഹ്രീം ഹ്രീം വാരാഹി ദേവിയെ നമ. ഓം ഹ്രീം ഹ്രീം സ്വാഹ, ഓം ഹ്രീം ഹ്രീം സ്വാഹ, ഓം ഹ്രീം ഹ്രീം വാരാഹി ദേവിയെ നമ എന്ന് വിളിക്കുന്നത് നല്ലതാണ്. ഓം ഉഗ്ര വാരാഹി എന്ന് വിളിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഓം വജ്രകോശം വാരാഹി ദേവിയെ നമ. ഏതെങ്കിലും വാരാഹി ദേവിയുടെ മന്ത്രം ജപിക്കുന്നത് 108 പ്രാവശ്യമോ 54 പ്രാവശ്യമോ അവരവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചുവപ്പോ വെള്ളയോ വസ്ത്രം ധരിച്ച് വരാഹി ദേവിയെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ കൂടി സ്മരിക്കുന്നത് എന്തിനും നല്ലതാണ്. ഇടവൻ രാശി. കഠിനാധ്വാനത്തിൻ്റെ ഫലമായി പ്രതീക്ഷിച്ചതിലും അധികം ധനം വന്നു ചേരും. കൃഷി, വ്യവസായം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പലവിധ നേട്ടങ്ങൾ ഉണ്ടാകും. ബുദ്ധിയും വിദ്യയും പാണ്ഡിത്യവും കൊണ്ട് ഉയർന്ന പദവി അലങ്കരിക്കുവാൻ സാധിക്കും. വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതിയും ബന്ധുസഹായവും ലഭിക്കും. ആരാധനാലയങ്ങൾ സന്ദർശിക്കുവാൻ അവസരം ലഭിക്കും. വിശേഷ വസ്ത്രാഭരണങ്ങൾ വാങ്ങുന്നതിനുള്ള യോഗമുണ്ടാവും. മറ്റുള്ളവരുടെ സഹായം ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. മുഖം നോക്കാതെ പരുഷമായി സംസാരിക്കേണ്ടതായി വരാം. ആത്മസംയമനം പാലിക്കുന്നത് വളരെ നന്നായിരിക്കും. കാര്യങ്ങൾ കൃത്യമായി പരിസമാപ്തിയിലെത്തിക്കുന്നതിന് സാധിക്കും. ഏറ്റെടുക്കുന്ന ഏതൊരു കാര്യവും കൃത്യമായി അത് ചെയ്ത് എല്ലാം അത് പരിസമാപ്തിയിലെത്തിക്കുവാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. അല്പം തടസ്സം വരുമെങ്കിലും എല്ലാം ഭംഗിയായി നിർവഹിക്കുവാൻ കഴിയും. രാശിനാഥയായ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം എപ്പോഴും കൂടെയുണ്ടാവും. ദുർജനങ്ങളുമായുള്ള കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ആലസ്യം, നേത്രരോഗം, സാമ്പത്തിക ഞെരുക്കമൊക്കെ വരാമെങ്കിലും മനസ്സ് തളരാതെ അമ്മയിൽ ഉറച്ചു വിശ്വസിക്കുമ്പോൾ അമ്മ കൂടെ നിന്ന് എല്ലാ അനുഗ്രഹവും നൽകുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിലെ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കുവാൻ ശ്രമിക്കണം. മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം രാജഗോപാല മന്ത്രം കൂടി ജപിക്കുന്നത് വളരെ നന്നായിരിക്കും. സന്താന സൗഖ്യവും നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരവും സന്താന ലബ്ധിയും ഒക്കെ ലഭിക്കുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. അഗ്നിയാലോ ശത്രുക്കൾ നിമിത്തമോ അല്പം നാശനഷ്ടങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. കരുതിയിരിക്കുക. അനാവശ്യമായ വ്യവഹാരങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങളിൽ ലോപം ഇവയും വരാം. ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കഫശല്യം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പലതരത്തിലുള്ള മനപ്രയാസങ്ങൾ വരുമ്പോഴും ധൈര്യം കൈവിടാതെ അമ്മയെ മുറുക്കെ പിടിക്കുക. വരാഹിയമ്മയും മഹാലക്ഷ്മിയമ്മയും കുടുംബ പരദേവതയും കൂടെ ഉണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസം എപ്പോഴും പ്രകടിപ്പിക്കുക. സർപ്പപ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുന്നതും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്താൻ പറ്റുമെങ്കിൽ ദർശനം നടത്തി അമ്മേ നാരായണ അല്ലെങ്കിൽ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ എന്ന മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവിധ കഷ്ടതകളും മാറിക്കിട്ടും. ഇടവൻ രാശി. കഠിനാധ്വാനത്തിൻ്റെ ഫലമായി പ്രതീക്ഷിച്ചതിലും അധികം ധനം വന്നു ചേരും. കൃഷി, വ്യവസായം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പലവിധ നേട്ടങ്ങൾ ഉണ്ടാകും. ബുദ്ധിയും വിദ്യയും പാണ്ഡിത്യവും കൊണ്ട് ഉയർന്ന പദവി അലങ്കരിക്കുവാൻ സാധിക്കും. വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതിയും ബന്ധുസഹായവും ലഭിക്കും. ആരാധനാലയങ്ങൾ സന്ദർശിക്കുവാൻ അവസരം ലഭിക്കും. വിശേഷ വസ്ത്രാഭരണങ്ങൾ വാങ്ങുന്നതിനുള്ള യോഗമുണ്ടാവും. മറ്റുള്ളവരുടെ സഹായം ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. മുഖം നോക്കാതെ പരുഷമായി സംസാരിക്കേണ്ടതായി വരാം. ആത്മസംയമനം പാലിക്കുന്നത് വളരെ നന്നായിരിക്കും. കാര്യങ്ങൾ കൃത്യമായി പരിസമാപ്തിയിലെത്തിക്കുന്നതിന് സാധിക്കും. ഏറ്റെടുക്കുന്ന ഏതൊരു കാര്യവും കൃത്യമായി
അത് ചെയ്ത് എല്ലാം അത് പരിസമാപ്തിയിലെത്തിക്കുവാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. അല്പം തടസ്സം വരുമെങ്കിലും എല്ലാം ഭംഗിയായി നിർവഹിക്കുവാൻ കഴിയും. രാശിനാഥയായ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാവും. ദുർജനങ്ങളുമായുള്ള കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ആലസ്യം, നേത്രരോഗം, സാമ്പത്തിക ഞെരുക്കമൊക്കെ വരാമെങ്കിലും മനസ്സ് തളരാതെ അമ്മയിൽ ഉറച്ചു വിശ്വസിക്കുമ്പോൾ അമ്മ കൂടെ നിന്ന് എല്ലാ അനുഗ്രഹവും നൽകുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിലെ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കുവാൻ ശ്രമിക്കണം. മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം രാജഗോപാല മന്ത്രം കൂടി ജപിക്കുന്നത് വളരെ നന്നായിരിക്കും. സന്താന സൗഖ്യവും നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരവും സന്താന ലബ്ധിയും ഒക്കെ ലഭിക്കുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. അഗ്നിയാലോ ശത്രുക്കൾ നിമിത്തമോ അല്പം നാശനഷ്ടങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്, കരുതിയിരിക്കുക. അനാവശ്യമായ വ്യവഹാരങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങളിൽ ലോപം ഇവയും വരാം. ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കഫശല്യം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പലതരത്തിലുള്ള മനപ്രയാസങ്ങൾ വരുമ്പോഴും ധൈര്യം കൈവിടാതെ അമ്മയെ മുറുക്കെ പിടിക്കുക. വരാഹിയമ്മയും മഹാലക്ഷ്മിയമ്മയും കുടുംബ പരദേവതയും കൂടെ ഉണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസം എപ്പോഴും പ്രകടിപ്പിക്കുക. സർപ്പപ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുന്നതും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്താൻ പറ്റുമെങ്കിൽ ദർശനം നടത്തി അമ്മേ നാരായണ അല്ലെങ്കിൽ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതെന്നോ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവിധ കഷ്ടതകളും മാറിക്കിട്ടും. മിഥുനക്കൂറ്. വിദ്യാർത്ഥികൾക്ക് അവരുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി പ്രതീക്ഷിക്കാം. പൂർവികമായ സ്വത്തുക്കളുടെ കാര്യത്തിൽ അല്പം തർക്കം ഉണ്ടാകാം. തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. നൂതനങ്ങളായ ഗാർഹികോപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള യോഗം കാണുന്നു. ഏർപ്പെടുന്ന സംരംഭങ്ങൾ തടസ്സം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കണം. വാക്സാമർഥ്യവും ഔദാര്യവും മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് കാരണമാകാം. പലതരത്തിലുള്ള ക്ലേശങ്ങളും അനർത്ഥങ്ങളും കാര്യതടസ്സവും ധനനഷ്ടവും പുത്രക്ലേശവും ഒക്കെ ഒന്നിലേറെ പ്രതിസന്ധികൾ വരുമ്പോഴെല്ലാം മനസ്സ് തളരാതെ ആത്മസംയമനത്തിലൂടെ നമഃശിവായ ജപിച്ചുകൊണ്ട് ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് ജപിച്ചുകൊണ്ട് മനസ്സിനെ സന്തോഷത്തിൽ നിർത്തുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആത്മസംയമനത്തോടെ ഓരോ കാര്യങ്ങളും അടുക്കും ചിട്ടയോടുകൂടിയും ചെയ്യുക. നീചന്മാരിൽ നിന്നുള്ള അപമാനവും അനാവശ്യ കോപവും ഒക്കെ വരുമ്പോൾ സ്വയം നിയന്ത്രിക്കുക. അസംതൃപ്തമായ അനുഭവങ്ങൾ, അകാരണമായ കലഹം, വൃഥാസഞ്ചാരം, ഇങ്ങനെ വെറുതെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കാൻ തോന്നും. ഇതൊക്കെ നമ്മൾക്ക് വന്നിരിക്കുന്ന ശത്രുദോഷത്തിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഉടനെ തന്നെ കഴിയുമെങ്കിൽ നരസിംഹ മന്ത്രം ജപിക്കുന്നത്, പ്രത്യംഗരാദേവിയെ പ്രാർത്ഥിക്കുന്നത് ഒക്കെ ഗുണഫലങ്ങൾ. ഒന്നും ഇല്ലെങ്കിൽ കാളിയമ്മയെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവിധ ശത്രുദോഷങ്ങളും മാറി സ്വയം ഒരു കവചം നമുക്ക് വന്നു ചേരും. മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത്, കനകധാരാ സ്തോത്രം ജപിക്കുന്നത്, ലളിതാ സഹസ്രനാമ പാരായണം ചെയ്യുന്നതൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. എല്ലാവിധ സൗകര്യങ്ങളും നിലനിർത്തിക്കൊണ്ടുപോകാൻ അല്പം പ്രയാസമാണ്. എന്നിരുന്നാൽ പോലും കൃത്യമായ ഒരു മനസ്സാന്നിധ്യത്തോടുകൂടി ചെയ്യുമ്പോൾ എല്ലാം അമ്മയുടെ അനുഗ്രഹത്താൽ നന്നായി ചെയ്യുവാൻ കഴിയുന്നതും ആ മരതകരത്നമൊക്കെ ഒന്ന് പൂജിച്ചൊക്കെ ഒന്നിടുക. അതുപോലെ തന്നെ ചുവപ്പോ വെള്ളയോ ഒക്കെ വസ്ത്രം ധരിച്ച് ആ മഹാലക്ഷ്മിയുടെ വരവിനെ എതിരേൽക്കുക. നെയ്ദീപം തെളിച്ച് പ്രാർത്ഥിക്കുക. നാരങ്ങാ വിളക്ക്, രാഹുകാല സമയത്ത് നാരങ്ങാ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. 10:30 മുതൽ 12 വരെയുള്ള സമയത്ത്, വീട്ടിലല്ല ക്ഷേത്രത്തിൽ. ഇതൊക്കെ എല്ലാവിധ ഐശ്വര്യവും നൽകുന്നതാണ്. കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ മാറ്റങ്ങൾ അംഗീകരിക്കപ്പെടും. കർമ്മരംഗത്ത് ഉറച്ച തീരുമാനങ്ങൾ എടുത്ത് മുന്നേറും. സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും. വീട്ടിൽ ശുഭകാര്യങ്ങൾ നടക്കും. പഠനരംഗത്ത് നല്ല സാധ്യതകൾ ഉണ്ടാവും. പഴയ സുഹൃത്തുക്കളുമായി ഒത്തുചേരും. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും.
വീട് പണി മുടങ്ങും. തൊഴിൽ രംഗത്ത് സമാധാനം കൈവരും. ഭൂമിപരമായ കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. കേസുകളിലും തർക്കങ്ങളിലും വിജയിക്കും. ശമ്പള കുടിശ്ശിക തീർത്തു കിട്ടും. തൊഴിൽ അന്വേഷകർക്ക് ജോലി ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലി ലഭിക്കുന്നതിനുള്ള യോഗം കാണുന്നു. വിദേശ ജോലിക്കും അവസരം വന്നു ചേരും. ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നവയും അതുവഴി അംഗീകാരങ്ങൾക്കും സാധ്യത വന്നു ചേരുന്നതാണ്. വ്യാപാര രംഗത്തുള്ള എല്ലാവിധ തടസ്സങ്ങളും മാറിക്കിട്ടും. കർമ്മരംഗത്തു നിന്നും കൂടുതൽ ഗുണങ്ങൾ പ്രതീക്ഷിക്കാം. പൊതുപ്രവർത്തകർക്ക് നല്ല അവസരം വന്നു ചേരും. രാശിനാഥയായ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ ഐശ്വര്യവും നിലനിർന്നു കിട്ടുന്നതിന് സഹായകമാകും. അതുപോലെ തന്നെ വരാഹി ദേവിക്ക് കൂടെ പ്രാർത്ഥിക്കുകയും മഹാലക്ഷ്മി അഷ്ടകം മുടങ്ങാതെ ജപിക്കുകയും ചെയ്യുമ്പോൾ എല്ലാ ഐശ്വര്യവും നിലനിന്ന് കിട്ടുന്നതാണ്. ചിങ്ങക്കൂറ്. പണയ വസ്തുക്കൾ തിരിച്ചെടുക്കുന്നതിനുള്ള സാധ്യതകൾ വന്നു ചേരുന്നു. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ്. ദാമ്പത്യ ജീവിതത്തിലെ തെറ്റുകളെല്ലാം തിരുത്തി ശാന്തമായ ഗ്രഹാന്തരീക്ഷം ഉണ്ടാകും. വിദേശയാത്രയ്ക്കുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. അപ്രതീക്ഷിത സംഭവങ്ങളിലൂടെ സന്തോഷവും മനസ്സംതൃപ്തിയും വന്നു ചേരും. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കും. സൽക്കർമ്മങ്ങളിൽ മുന്നിൽ നിൽക്കുകയും മഹാലക്ഷ്മി അഷ്ടകം ജപിച്ച് മഹാലക്ഷ്മി പ്രീതി വരുത്തുകയും ചെയ്യും. ശാരീരിക പ്രയാസങ്ങൾ കുറയും. തൊഴിൽ രംഗത്ത് പലതരത്തിലുള്ള പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. പ്രവാസികളിൽ നിന്ന് ശുഭവാർത്തകൾ കേൾക്കും. വസ്തു വിൽപ്പനയുടെ കാര്യത്തിലും അനുകൂലമായ തീരുമാനം ഉണ്ടാകും. സമ്മർദ്ദങ്ങൾ കുറയും. പൊതുപ്രവർത്തകർ ശ്രദ്ധിക്കപ്പെടും. എടുത്തുചാട്ടവും സാഹസികതയും കുറയ്ക്കണം. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. വ്യവസായം ലാഭത്തിലാകും. വിനോദയാത്രകൾ ധാരാളം ഗുണഫലം ചെയ്യും. വേണ്ടപ്പെട്ടവരുമായുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറി ആരോഗ്യം തൃപ്തികരമാവും. സന്തോഷമായിട്ട് സമാധാനത്തോടുകൂടി കടബാധ്യതകളൊക്കെ തീർത്തുകൊണ്ട് ഒരു സ്വസ്ഥവും സമാധാനപരമായ ജീവിതത്തിന് വഴി ഒരുക്കുന്ന ദിവസമായിരിക്കും ഇന്ന്. ഈ ദിവസം മഹാലക്ഷ്മി പ്രീതി വരുത്തുന്നതോടൊപ്പം തന്നെ രാശിനാഥനായ സൂര്യഭഗവാനെയും കുടുംബപരദേവതയും പ്രാർത്ഥിച്ച് സർപ്പപ്രീതി വരുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം വളർത്തുന്ന അനുഭവങ്ങൾ ധാരാളം ഉണ്ടാകും. രോഗദുരിതങ്ങളിൽ നിന്നും ഒരുതരം സമാധാനവും ശാന്തിയും ലഭിക്കും. മുക്തിയും വന്നു ചേരും. വലിയ പദ്ധതികളിൽ പണം മുടക്കുന്നതിനുള്ള ഒരു ആർജവം ലഭിക്കും. ആരുടെയെങ്കിലും സഹായവും പ്രതീക്ഷിക്കാവുന്നതാണ്. ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിനുള്ള അവസരം ലഭിക്കും. സന്താനങ്ങൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കും. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിനായി അല്പം സമയമെടുത്തിട്ടാണെങ്കിലും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ ആഗ്രഹപൂർത്തി വരുത്തുന്നതിന് നന്നായി പരിശ്രമിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറയുകയും കടബാധ്യതകൾ അല്പസ്വല്പമായി കുറയുകയും ചെയ്യും. നിർത്തിവച്ചിരുന്ന വീട് പണി പുനരാരംഭിക്കുന്നതിനുള്ള അവസരവും വന്നു ചേരും. സാമ്പത്തികമായി മെച്ചപ്പെടും. പ്രയാസങ്ങൾ അല്പസ്വല്പം കുറഞ്ഞ് മക്കളുടെ കാര്യത്തിൽ സന്തോഷാനുഭവങ്ങൾ ലഭിക്കുന്നതോടെ മഹാലക്ഷ്മി അഷ്ടകം ജപിച്ച് ലളിതാ സഹസ്രനാമ പാരായണത്തിലൂടെ സർവൈശ്വര്യ പൂജ വീട്ടിൽ ചെയ്യുന്നതോടുകൂടി വരാഹി ദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി പര്യവസാനിക്കുന്നതാണ്. തുലാരാശിക്കാർക്ക് ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള അവസരം ലഭിക്കും. പല വിധത്തിൽ ധനാഗമം ഉണ്ടാകും. അധികാര പദവി മൂലം കുറേ കാര്യങ്ങൾ നടന്നു കിട്ടും. അവനവൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം വന്നു ചേരും. പുതിയ വാഹനം വാങ്ങുന്നതിനുള്ള ഒരു ആലോചന ഉണ്ടാകും. വസ്ത്രങ്ങളും ആഭരണങ്ങളും ദാനമായി ലഭിക്കും.
സന്തോഷം തരുന്ന ധാരാളം അനുഭവങ്ങൾ മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കാം. കലാരംഗത്തുള്ളവർക്ക് അവസരങ്ങളും ബഹുമതിയും വന്നു ചേരും. വിനയാന്വിതമായ പെരുമാറ്റത്താൽ പിതൃതുല്യരായവരുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹം ലഭിക്കുന്നതാണ്. ബന്ധുക്കളിൽ നിന്നും സഹായം ലഭിക്കും. ഗ്രഹത്തിൽ വിവാഹം തുടങ്ങിയ മംഗളകർമ്മങ്ങൾ നടത്തുന്നതിനുള്ള യോഗം കാണുന്നു. ബുദ്ധിപൂർവമായ ഇടപെടലുകൾ കാരണം ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം സംഭവിക്കും. അപ്രതീക്ഷിതമായ വ്യവഹാരത്തിൽ ഏർപ്പെടേണ്ടി വരിക, അമിതമായ പണച്ചെലവ് ഇല്ലാതാക്കുക, തസ്കര ഭയമൊക്കെ വന്നു ചേരും. കളത്ര പുത്ര മാതൃക്ലേശമൊക്കെ അനുഭവിക്കേണ്ടതായ സാഹചര്യം വരുമെങ്കിലും മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ, പരാശക്തിയെ മനസ്സറിഞ്ഞ് വിളിക്കുമ്പോൾ അമ്മയുടെ അനുഗ്രഹത്താൽ എല്ലാ പ്രശ്നങ്ങളും ഒന്നൊന്നായി പരിഹരിക്കുന്നതാണ്. അതിനുള്ള അവസരം അമ്മ നൽകും. കഴിയുമെങ്കിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ശിവഭഗവാന്റെയും കൂടി അനുഗ്രഹം വാങ്ങുന്നത് നന്നായിരിക്കും. നെയ്ദീപം തെളിക്കുന്നത് വെള്ളിയാഴ്ചയായതുകൊണ്ട്, പഞ്ചമിയും കൂടി ആയതുകൊണ്ട് വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നത്, ലളിതാ സഹസ്രനാമ പാരായണം ചെയ്യുന്നതൊക്കെ എല്ലാവിധ ഐശ്വര്യവും നിലനിർത്തി കിട്ടുന്നതിന് സഹായകമാകും. വൃശ്ചിക രാശി. ധനധാന്യ സമൃദ്ധി. ധനവും ധാന്യവും സമ്പത്തും ഒക്കെ വന്നു ചേരുന്നതിനുള്ള സാഹചര്യം വന്നു ചേരുന്നു. ഗ്രഹോപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള സാഹചര്യവും ഗിഫ്റ്റായുമൊക്കെ ഗ്രഹോപകരണങ്ങൾ ലഭിക്കുന്നതാണ്. ഗ്രഹത്തിൽ ഐശ്വര്യം നിറയും. കുടുംബാംഗങ്ങളുടെ സഹകരണം മൂലം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. സന്താനങ്ങളുടെ സൽകീർത്തി മൂലം കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരുന്നതാണ്. മേലധികാരികളുടെ വിശ്വാസം ലഭിക്കുന്നതിന് അനുകൂലമായ പ്രവർത്തനങ്ങൾ കർമ്മരംഗത്ത് കാഴ്ചവെക്കുവാൻ സാധിക്കും. ആൾപ്പാർപ്പ് കുറഞ്ഞ സ്ഥലത്തേക്ക് ചിലപ്പോൾ താമസം മാറേണ്ടതായ സാഹചര്യം വരികയോ അന്യദേശത്ത് പോയി താമസിക്കേണ്ട ഒരു സാഹചര്യവും സമാഗതമായേക്കാം. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് അവരുടെ അപ്രീതി സമ്പാദിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കർമ്മരംഗത്ത് ദാക്ഷിണ്യമില്ലാതെ പെരുമാറേണ്ടതായും പിടിവാശിയും കർക്ക സ്വഭാവവും ഒക്കെ കൊണ്ട് മറ്റുള്ളവരുടെ പ്രതിഷേധത്തെ നേരിടേണ്ടതായി വരും. എല്ലാ കാര്യങ്ങളിലും ഒരു ആത്മനിയന്ത്രണം അല്ലെങ്കിൽ ആത്മസംയമനം പാലിക്കേണ്ടതാണ്. ഉത്സാഹക്കുറവൊക്കെ വരുമെങ്കിലും അതൊന്നും കാര്യമാക്കരുത്. നരസിംഹ മന്ത്രമോ പ്രത്യങ്കരാദേവിയെ പ്രാർത്ഥിക്കുകയോ ചെയ്യുമ്പോൾ വന്നിരിക്കുന്ന ശത്രുദോഷങ്ങളും ദൃഷ്ടിദോഷങ്ങളുമൊക്കെ മാറി സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ സാധിക്കും. സുഖകരമല്ലാത്ത ശാരീരിക സ്ഥിതി മാറിക്കിട്ടും. ഭൂസ്വത്ത്, വാഹനം, ധനം ഇവയൊക്കെ വന്നു ചേരുന്നതിനുള്ള സാധ്യത കാണുന്നു. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ യോഗമുള്ളത് കൊണ്ട് വെറുതെ മനസ്സ് ചഞ്ചലപ്പെടുത്താതെ കർമ്മ നിരതരായിരിക്കുന്നത് നന്നായിരിക്കും. ഇഷ്ടകാര്യങ്ങളിൽ ഏർപ്പെടുകയും അപേക്ഷകളും നിവേദനങ്ങളും ഒക്കെ സമർപ്പിച്ച് കാര്യപ്രാപ്തിക്കായി ശ്രമിക്കുക. കാര്യസാധ്യത്തിനായി പുതിയ വഴികൾ തുറന്നു കിട്ടുമുള്ള വിശ്വാസത്താൽ കാത്തിരിക്കൂ. എല്ലാം മംഗളമായി ഭവിക്കും. ഭദ്രകാളി അമ്മയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുമ്പോൾ, ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുമ്പോൾ, നെയ്ദീപം തെളിച്ച് ഭഗവതിയെ വിളിക്കുമ്പോൾ അമ്മയുടെ അനുഗ്രഹം, കുടുംബ പരദേവതയുടെ അനുഗ്രഹമൊക്കെ എപ്പോഴും ലഭിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ശുഭമായി തീരുന്നതാണ്. തൊഴിൽ രംഗത്തെ പ്രകടനങ്ങളെല്ലാം അംഗീകരിക്കപ്പെടുന്ന ദിവസമാണ്. പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു കരുത്ത് ലഭിക്കും. സൗഹൃദങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തി കർമ്മരംഗം കൂടുതൽ സജീവമാക്കും. പുതിയ വരുമാന മാർഗങ്ങൾ തെളിഞ്ഞു വരും. തൊഴിൽ മാറ്റത്തിനുള്ള സാധ്യതയും തെളിഞ്ഞു വരുന്നതാണ്. വ്യക്തിപരമായ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചെടുക്കുന്നതിനായി അശ്രാന്ത പരിശ്രമം ചെയ്യും. ലക്ഷ്യബോധം വർദ്ധിക്കും. നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കും. കുടുംബാംഗങ്ങളെ തൊഴിൽ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം വിജയിക്കും. മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങളെല്ലാം തുടർന്ന് അത് വീണ്ടും സജീവമാക്കുന്നതിനുള്ള തന്ത്രങ്ങൾ ആരായും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും.
ദൈവാധീനം വന്നു ചേരുന്ന സമയമാണ്. കുടുംബ ജീവിതത്തിലെ അസ്വസ്ഥതകളൊക്കെ മാറി സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ അവസരം ലഭിക്കും. സഹോദരങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അല്പം ആശ്വാസവചനങ്ങൾ പ്രതീക്ഷിക്കാം. വളർത്തുമൃഗങ്ങളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ചെറിയ അപകടങ്ങളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നു. വിവാഹാലോചനകളൊക്കെ വന്നുകൊണ്ടിരിക്കും. അതൊക്കെ ചിലപ്പോൾ തീരുമാനത്തിലെത്തുന്നതാണ്. കോടതി വിധികൾ അനുകൂലമായി വരും. സഞ്ചാര ക്ലേശമൊക്കെ കുറയും. പൊതുജന പിന്തുണ വർദ്ധിക്കുന്ന സമയമാണ്. യാത്രാവേളകളിൽ അല്പം ധനം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. സർക്കാർ ജീവനക്കാർക്ക് മേലധികാരികളിൽ നിന്നും അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കും. മഹാവിഷ്ണുവിനെ, രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിച്ച് വരാഹി ദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം, ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കർമ്മബന്ധിതമായ എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ സാധിക്കും. സന്താനങ്ങൾക്കും അതുപോലെ തന്നെ ഇണയ്ക്കും തുണയ്ക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വന്നു ചേരും. അമ്മയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കൂ. വരാഹിയമ്മ കൂടെയുണ്ട്. അതുപോലെ തന്നെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും കുടുംബ പരദേവതയുടെ അനുഗ്രഹവും തീർച്ചയായും ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കൂ. എല്ലാം മംഗളമായി പര്യവസാനിക്കട്ടെ. മകരം രാശി. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വർദ്ധിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. പണമിടപാട് രംഗത്ത് വാക്ക് പാലിക്കുവാൻ സാധിക്കും. കുടുംബ സ്വത്ത് അധികാരത്തിൽ വരും. ബന്ധുജനങ്ങളുടെ വേർപാടിൽ അല്പം ദുഃഖം അനുഭവിക്കേണ്ടതായി വരും. ഉറ്റവരെ കൊണ്ടുള്ള വിഷമതകൾ കൂടുതൽ സഹിക്കേണ്ടതായും വരും. വാഹന സംബന്ധമായി അല്പം ധനം ചിലവും വരുന്നതാണ്. എന്നാൽ വിദേശയാത്രാ പരിശ്രമങ്ങളെല്ലാം വിജയിക്കുന്നതാണ്. തൊഴിൽ തടസ്സങ്ങളെല്ലാം മാറി ബിസിനസ്സിൽ വഴി പുതിയ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. ആത്മീയ കാര്യങ്ങൾക്കായി സമയം കണ്ടെത്തുന്നതിലൂടെ മനസ്സമാധാനം ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഉയർന്ന പഠനത്തിനുള്ള അവസരം വന്നു ചേരും. അത് ഇഷ്ടവിഷയങ്ങൾ പഠിക്കുന്നതിനുള്ള സാഹചര്യം തെളിഞ്ഞ് വരുന്നതാണ്. ആത്മവിശ്വാസം വളർത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. രോഗദുരിതങ്ങളിൽ നിന്ന് മുക്തി ഉണ്ടാകും. വലിയ പദ്ധതികൾക്കായി അല്പം പണം ചിലവഴിക്കുന്നതാണ്. അതുവഴി സുഹൃത്തുക്കളുടെയും സഹോദരങ്ങളുടെയും ഒക്കെ സഹായത്തോടുകൂടി കർമ്മ മേഖല പുഷ്ടിപ്പെടുന്നതാണ്. ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യുക. സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിനും സാധിക്കും. പൊതുവെ അനുകൂലമായൊരു സമയമാണ്. രാശിനാഥനായ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹാലക്ഷ്മിയെയും പ്രാർത്ഥിക്കൂ. മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക. അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും നിലനിന്ന് കിട്ടുന്നതാണ്. കുംഭം രാശി. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യസ്ഥിതി തൃപ്തികരമായിരിക്കും. ദൈവാധീനം വന്നു ചേരുന്ന സമയമാണ്. മനസ്സിന് അല്പം സന്തോഷം നൽകുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. കുടുംബ സ്വത്തുക്കൾ അനുഭവയോഗത്തിൽ വരും. ക്രയവിക്രയ രംഗത്ത് സാമ്പത്തിക നേട്ടമുണ്ടാകും. ആധ്യാത്മിക ജ്ഞാനവും ഗൂഢശാസ്ത്ര ജ്ഞാനവും സിദ്ധിയുമൊക്കെ കൈവരുന്ന സമയമാണ്. ഉപാസനകളൊക്കെ ഫലത്തിൽ വരുന്ന സമയമാണ്. അതുപോലെ തന്നെ ബന്ധുക്കളോടുള്ള ശത്രുത്വമൊക്കെ മാറി അവരുമായി ഒരു സൗഹൃദത്തിൽ വന്നു ചേരും. ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. പൊതുജന പിന്തുണ ലഭിക്കുന്ന സമയമാണ്. പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെടുവാനിടയാകും. സന്താനങ്ങളുമായി കലഹത്തിനിടവരും. അതുകൊണ്ട് തന്നെ അവരുടെ ക്ഷേമത്തിനായി കൂടുതൽ സമയം ചിലവഴിക്കുക. സ്നേഹിതരുമായുള്ള ശത്രുതയൊക്കെ മാറി സൗഹൃദാന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കണം. അതുപോലെ സഞ്ചാരക്ലേശം വർദ്ധിക്കുന്നതിനാൽ കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. ബിസിനസ്സിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകും. പെട്ടെന്ന് കാര്യങ്ങൾ അനുകൂലമായി വരുന്നതിനുള്ള സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുമ്പോൾ രാശിനാഥനായ വിഷ്ണുമായ സ്വാമിയെ അതുപോലെ തന്നെ ധർമ്മശാസ്താവിനെയൊക്കെ പ്രാർത്ഥിച്ച്
മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവയോഗ്യമാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദീപം തെളിക്കൂ. എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക സ്ഥിതി അല്പം തൃപ്തികരമായിരിക്കും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ലഭിക്കും. ക്രയവിക്രയ രംഗത്ത് ചെറിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ സ്ഥാപിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കും. വാഹന സംബന്ധമായി പണം വന്നു ചേരുന്നതിനുള്ള സാധ്യത കാണുന്നു. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവമൊക്കെ മാറി സമാധാനമായ അന്തരീക്ഷം വന്നു ചേരും. തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങളൊക്കെ പുനരാരംഭിക്കുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. തെറ്റിദ്ധാരണകൾ പലതും മാറി നല്ല ഒരു കാര്യങ്ങൾ നടക്കുന്നതിനുള്ള, അല്ലെങ്കിൽ വിവാഹാലോചനകളൊക്കെ മുടങ്ങിപ്പോയതൊക്കെ വീണ്ടും അത് വന്ന് പരിസമാപ്തിയിലേക്ക് എത്തുന്ന ഒരു അവസരമാണ് കാണുന്നത്. അപകട ദുരിതങ്ങളിൽ നിന്ന് ഈശ്വരാധീനത്തിൽ രക്ഷപ്പെടും. കുടുംബസ്വത്തിൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. ആചാരവിരുദ്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിതൃസ്ഥാനീയരെ ബഹുമാനിക്കണം. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാനുള്ള ആ ഒരു മനസ്സ് പ്രകടിപ്പിക്കണം. ചികിത്സാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, അതുപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അല്പം സാമ്പത്തിക നഷ്ടം വരുമെന്നെങ്കിലും മനസ്സംതൃപ്തി ലഭിക്കുന്നതിനുള്ള സാഹചര്യമുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബിസിനസ്സിലെ നഷ്ടങ്ങൾ അല്ലെങ്കിൽ കർമ്മരംഗത്തുള്ള നഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനായി അല്പം കാത്തിരിക്കണം. എല്ലാ കുറവുകളും പരിഹരിച്ച് സന്തോഷവും സമാധാനവും അനുഭവിക്കാനുള്ള മാർഗം മഹാലക്ഷ്മിയെ ഭജിക്കുന്നത് മൂലം സാധ്യമാകും. രാശിനാഥനായ മഹാവിഷ്ണുവിനെയും പഞ്ചമി നാളായതുകൊണ്ട് വരാഹി ദേവിയും കൂടി പ്രാർത്ഥിക്കുമ്പോൾ നാഗദേവതകളുടെയും അനുഗ്രഹത്താൽ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. ലളിതാ സഹസ്രനാമ പാരായണം മുടങ്ങാതെ ചെയ്യുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും നിലനിന്ന് കിട്ടുന്നതാണ്. 27 നക്ഷത്രക്കാർക്കും വെള്ളിയാഴ്ച ദിവസം വെളുപ്പോ ചുവപ്പോ പിങ്കോ നിറത്തിലുള്ള വസ്ത്രം, താമരപ്പൂവിൻ്റെ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട്, ശുക്രഹോരയിൽ വെള്ളി ആഭരണങ്ങളൊക്കെ ധരിച്ചുകൊണ്ട്, ഡയമണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴുകിയൊക്കെ ശുദ്ധമായി ധരിച്ചുകൊണ്ട് മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നെയ്ദീപം തെളിച്ച് അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ രാത്രി സമയം 8 മണി മുതൽ 12 മണി വരെ സമയത്ത് വരാഹി ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും നിറഞ്ഞ് ലഭിക്കുന്നതാണ്. സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതിനായി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.